നമസ്തേ. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യക്കെതിരായ വിദ്വേഷപരമായ പരാമർശങ്ങളും ഭീകരാക്രമണങ്ങളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള കമന്റുകളും നിയമ നടപടിക്ക് കാരണമാകുന്ന നിരവധി സംഭവങ്ങൾ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ശ്രീ രാമചന്ദ്രന്റെ മകളുടെ വീഡിയോയ്ക്ക് താഴെ അപകീർത്തികരമായ കമന്റ് ഇട്ടെന്ന പരാതിയെ തുടർന്ന് 1 വർഷത്തോളം വിദേശത്തായിരുന്ന സനൂഫ് നാട്ടിലെത്തിയ ഉടൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തുന്ന വിവരമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഈ കേസിൽ പരാതി നൽകി പോരാട്ടം നടത്തിയ യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതിക്ക് തത്തുമയി ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വിഷയത്തിൽ അദീന നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. പരാതി നൽകിയത് മുതൽ അറസ്റ്റ് വരെയുള്ള സംഭവ വികാസങ്ങളും ഈ നടപടിയോട് അദീനയുടെ പ്രതികരണവും നേരിട്ട് പങ്കുവയ്ക്കുന്നു. അദീനയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. അത് നമ്മൾ 2025 ഭാഗുന്നത്. അപ്പൊ ഇഷ്യൂ നടക്കുന്ന സമയത്ത് നമ്മുടെ മരണപ്പെട്ടിട്ടുള്ള മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ സാർ, അദ്ദേഹത്തിന്റെ മകള് കേരളത്തിലുള്ള ന്യൂസ് മീഡിയാസിന്റെ ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുന്ന ഒരു ബൈറ്റാണ്. ഏഷ്യാനെറ്റ് ന്യൂസിലാണ് അതിന്റെ ഒരു കുറച്ച് കട്ടിങ്സ് റീലായിട്ട് വരുന്നത്. അപ്പൊ ഏത് രീതിയിലാണ് തന്റെ അച്ഛൻ മരണപ്പെട്ടത്, തനിക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നേരിടേണ്ടി വന്നത്, തന്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചേച്ചി പങ്കുവെക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയുടെ അടിയിലാണ് ഇതുപോലൊരു കമന്റ്, അത് ഈ പറയുന്ന മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന വ്യക്തി ഇതുപോലൊരു കമന്റ് ഇടുന്നത്. സനൂഫ് മാത്രമല്ല, മുഹമ്മദ് നസീം എന്ന് പറയുന്ന വേറൊരാളും ഇതുപോലെ തന്നെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും എതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവര് രണ്ടുപേരും മലപ്പുറം സ്വദേശികളാണ്. നസീം SIOയുടെ പ്രവർത്തകനാണ്, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകനാണ്. ഈ വ്യക്തി സനൂഫ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകനാണ്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും എതിരെ കേസ് കൊടുത്ത സമയത്ത് നസീം നാട്ടിലുള്ളത് കൊണ്ട് നസീമിനെ സൈബർ പോലീസിന് പെട്ടെന്ന് പിടിക്കാൻ പറ്റുകയും റിമാൻഡിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ സനൂഫ് നാട്ടിലുണ്ടായിരുന്നില്ല. നാട്ടിലില്ല, അല്ലെങ്കിൽ താൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, തന്നെ നാട്ടിലുള്ള ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഭയങ്കരമായ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് സനൂഫിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആ സമയത്ത് മുട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്നുണ്ടായിരുന്ന CI സാറ്, SI, അന്നുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെയും ഒരു 1 ഇയർ മുന്നേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ തന്നെ അവരതിൽ നിന്ന് ഒട്ടും തന്നെ പുറകിലോട്ട് പോവാതെ അന്ന് ആ കേസ് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവര് മുട്ടത്തുനിന്ന് മലപ്പുറം വരെ പോയി അവന്റെ വീട് കണ്ടുപിടിച്ച് വീട്ടിൽ ചെന്നിട്ടൊക്കെയാണ് ഇതൊക്കെ അന്വേഷിച്ചതും പിടിച്ചതൊക്കെ. അപ്പൊ ആ സമയത്ത് അവന്റെ അച്ഛനും അമ്മയും ഡിഫെൻഡ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ദാരിദ്ര്യമാണ്, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, കടം തീർക്കാൻ വേണ്ടിയിട്ടാണ് അവനെ സൗദിയിലേക്ക് പറഞ്ഞു വിട്ടത്. അവൻ അങ്ങനെ തീവ്രവാദ സ്വഭാവമുള്ള ആളൊന്നും അല്ല, അവൻ അറിയാതെ ചെയ്തതായിരിക്കും എന്ന് അവര് പറയാം. എങ്ങനെ അവർക്കത് പറയാൻ പറ്റുക? അവൻ അറിയാതെ ചെയ്തതാണ് ആ കമന്റ് എന്നുള്ളത്. കാരണം ആ കമന്റിൽ അവന്റെ മനസ്സിലിരിപ്പ് എന്താന്നുള്ളത് വളരെ വ്യക്തമാണ്. അവനത് അറിയാതെ ചെയ്തതായിരിക്കും, ക്ഷമിക്കണം, വിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ അച്ഛനും അമ്മയും ഭയങ്കര സെന്റി അടിച്ചിട്ടാണ് പോലീസുകാർ തിരിച്ചു പറഞ്ഞു കൊടുത്തത്. ഇവിടെ തിരിച്ചെത്തുന്ന സമയത്ത് അവരുടെ മനസ്സിലും ഒരു അയ്യോഭാവം ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇവൻ ഈ ഡിലീറ്റ് ആക്കിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് പകരം അവൻ വേറെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സെയിം പേരിൽ തന്നെ, മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന അതേ സെയിം പേരിൽ തന്നെ വേറെ ഇൻസ്റ്റാഗ്രാം ID തുടങ്ങും. അതുപോലെ തന്നെ യൂട്യൂബിൽ അവൻ അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. യൂട്യൂബിൽ വരുന്ന മെയിൻ മീഡിയകളുടെ എല്ലാം ആ സമയത്തുണ്ടായിരുന്ന പഹൽഗാം ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ലൈവ് ന്യൂസുകളുടെ അടിയിലും ഇവൻ വന്ന് കമന്റ് ചെയ്തിരുന്നത് ഇതേ ഒരു പാറ്റേണിൽ തന്നെയായിരുന്നു. ഇത് ഒരൊറ്റ തവണത്തെ കമന്റ് മാത്രമല്ല. അതിനുശേഷം അവൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കേസ് കൊടുത്തതിന് ശേഷം കേസ് കൊടുത്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നിനക്കൊന്നും കേസ് കൊടുത്താൽ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇവിടെ പുറത്താണ്, ഞാൻ ഇനി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും, ഞങ്ങൾക്കൊരു വലിയ യുദ്ധമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യും, ഇനിയും നിങ്ങളെയൊക്കെ കൊല്ലും, ഇനി ഇന്ത്യൻ ആർമിയിലുള്ളവരെയൊക്കെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പിന്നെയും നമ്മളെ ട്രിഗർ ചെയ്ത് വീണ്ടും കമന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോണ്ടിരിക്കുക. അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ എനിക്ക് പല സ്ഥലത്തു നിന്ന് പല ആളുകൾ എടുത്തുകൊണ്ട് തരുന്നുണ്ട്. അപ്പൊ അതും ഞാൻ അതെല്ലാം ചേർത്തിട്ടാണ് കംപ്ലൈന്റ് വീണ്ടും കൊണ്ട് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ അവൻ നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ നാട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവനെ പ്രത്യേകിച്ച് നാട്ടിലില്ലാത്ത ഒരാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ഡിഫിക്കൽട്ടി അതിനായിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവാധീനം എന്ന് പറയട്ടെ, ഇന്നലെ രാത്രി, അതായത് ഇന്ന് വെളുപ്പിനെ 2:30-ക്കാണ് അവൻ കരിപ്പൂര് വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങുന്നത്. അവൻ ആ ഇറങ്ങിയ സ്പോട്ടിൽ തന്നെ അവനെ അവിടുത്തെ എയർപോർട്ടിൽ പോലീസുകാർ അവനെ പിടിച്ചു വെക്കുകയാണ് ചെയ്തത്. ഇവിടുന്ന് മുട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളുകൾ പോയിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാണ് ചെയ്തത്. അവനിപ്പോ നിലവിൽ മുട്ടം പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അവൻ എന്ത് ചെയ്താലും സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാൻ പറ്റുന്ന വകുപ്പുകൾ ഒന്നുമല്ല അവന്റെ മേൽ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും സ്റ്റേഷൻ ജാമ്യം കിട്ടില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്കറിയാം 2 ദിവസം കഴിഞ്ഞ്
കഴിഞ്ഞ് കഴിയുമ്പോൾ അവനെ കോർട്ടിൽ ഹാജരാക്കും എന്നാണ് ഇപ്പൊ നിലവിൽ കിട്ടിയേക്കുന്ന അറിവ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നസീമിനെ ഇതുപോലെ അറസ്റ്റ് ചെയ്തതിനു ശേഷം റിമാൻഡിലേക്ക് കൊണ്ടുപോവുക ചെയ്തത്. 14 ദിവസത്തെ റിമാൻഡിലേക്ക് കൊണ്ടുപോയതിനു ശേഷം 2 ദിവസത്തിനുള്ളിൽ തൊടുപുഴ ജുഡീഷ്യൽ കോർട്ട് അവന് ജാമ്യം അനുവദിച്ചു. നസീം ഇട്ടിരുന്ന കമന്റ് സനൂഫിന്റേതിനേക്കാൾ തീവ്രമായതും നസീം കുറച്ചുകൂടി പറയുന്ന പോലെ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്ന ആളാണ്. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം അല്ലെങ്കിൽ SIOയിൽ പ്രവർത്തിക്കുന്ന കുറെ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിരന്തരമായി അവർക്ക് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും എന്താ പറയാ എപ്പോ വേണമെങ്കിലും കേരളത്തിന് ഭയങ്കര ഒരു വിഷയം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള തരത്തിൽ നിൽക്കുന്ന ഒരാളാണ് നസീം. അപ്പൊ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രവർത്തിച്ച് ഇതുപോലുള്ള തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് ഇൻജെക്ട് ചെയ്ത് വിടുന്ന നസീമിന് എങ്ങനെയാണ് തൊടുപുഴ ജുഡീഷ്യൽ കോർട്ട് അവന് ജാമ്യം അനുവദിക്കുക? 2 ദിവസം കൊണ്ട് അത്രയും തീവ്രമായിട്ട് കമന്റ് ചെയ്ത ഒരാൾക്ക്, അത്രയും തീവ്രമായിട്ടുള്ള ചിന്താഗതിയുടെ ഉള്ളിൽ കിടക്കുന്ന ഒരാളെ എങ്ങനെയാ നസീമിനെ തൊടുപുഴ ജുഡീഷ്യൽ കോർട്ട് അവന് ജാമ്യം അനുവദിച്ചെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അത്രയും മോശം ഒരു പ്രവൃത്തിയാണ് തൊടുപുഴ ജുഡീഷ്യൽ കോർട്ടിന്റെ ഭാഗത്തുനിന്ന് അന്നുണ്ടായത്. സനൂഫിന്റെ കേസിൽ അങ്ങനെ വരില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനായിട്ട് എല്ലാ തരത്തിലും സാധിക്കുന്ന ഒരുപാട് ആളുകളാണ് സനൂഫിനെ പോലുള്ള അല്ലെങ്കിൽ നസീമിനെ പോലുള്ള ആളുകൾ. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഈ കേസിന്റെ അവസാനം വരെ അവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുന്നത് വരെ, അല്ലെങ്കിൽ ഈ കേസിൽ ഇവരുടെയൊക്കെ പിന്നിൽ ആരാണെന്നുള്ള കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ടാവുന്നത് വരെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും. അതിന്റെ ഫോളോ അപ്പ് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും തന്നെയാണ് പറയാനുള്ളത്. കാരണം അന്ന് ആ മരിച്ച ആളുകൾ നമ്മുടെ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തിന്റെ മകൾ അത്രയും വിഷമത്തോടു കൂടി ആ ഒരു ഇൻസിഡന്റിനെ പറയുന്ന സമയത്ത് അവർക്ക് എത്രമാത്രം വേദന ഉണ്ടാവും എന്നുള്ളത് നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൽ നിന്ന് കേട്ടറിഞ്ഞൊരു കാര്യമാണ്. അന്ന് എനിക്ക് ആക്ച്വലി ഇവരെ നേരിട്ട് പരിചയം ഉണ്ടായിരുന്നില്ലാത്ത ഒരു സമയത്താണ് ഞാൻ ആക്ച്വലി കേസ് കൊടുക്കുന്നതൊക്കെ. പക്ഷെ അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാനും ഈ പറയുന്ന പോലെ ആതിര ചേച്ചി തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നതും ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത്. അപ്പോഴാണ് ആക്ച്വലി എനിക്ക് മനസ്സിലായത് ഞങ്ങൾ തമ്മിൽ വേറൊരു കണക്ഷൻ കൂടി ഉണ്ട്. ആള് എന്റെ അച്ഛന്റെ സ്റ്റുഡന്റ് ആണ്. എന്റെ അച്ഛൻ ഡാൻസ് പഠിപ്പിച്ച കുട്ടിയാണ് ഈ ആതിര എന്ന് പറയുന്ന ചേച്ചിയുടെ അച്ഛനാണ് അവിടെ വെച്ച് മരണപ്പെട്ടത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി അവരുമായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവാണ്. പിന്നീട് ഞാൻ ശരിക്കും വണ്ടറായി പോയി. കാരണം ഞാനുമായിട്ട് എന്റെ അച്ഛനും 2 വർഷം മുന്നേ മരിച്ചു പോയതാണ്. അപ്പൊ അച്ഛന്റെ ഒരു സ്റ്റുഡന്റ് ആണ് ആളെന്ന് അറിഞ്ഞപ്പം ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്കും ഇതുപോലുള്ള തീവ്രവാദികളെ കണ്ടെത്താനും അവർക്കെതിരെ കേസ് കൊടുക്കാനും ഒക്കെ സാധിക്കും. അങ്ങനെ കൊടുത്താൽ അവരെ നമുക്ക് ഈ പറയുന്ന പോലെ അവർക്ക് വേണ്ട ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള എല്ലാ തരത്തിലുള്ള നിയമ സംവിധാനം ഇന്ത്യയിലുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ പുറത്തിരുന്ന് ഇന്ത്യയിൽ എന്തും അങ്ങ് ചെയ്തു കളയാമെന്ന് ആരും ധരിക്കണ്ട എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്. ഞാൻ മാത്രമല്ല, ഇതുപോലുള്ള കമന്റുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ചിന്താഗതികളുള്ള ആളുകളെ കാണുന്ന ഏതൊരു ഇന്ത്യൻ സിറ്റിസണും അവരുടെ തൊട്ടടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാം. അതിന് പിന്നിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വേറെ ഒന്നും അനുഭവിക്കേണ്ടി വരില്ല. ആ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാം. ഇതുപോലുള്ള ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ള മെസ്സേജ് കൂടി നമുക്ക് ഇതിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരാതി ആത്മാർത്ഥമായി അന്വേഷിക്കപ്പെടുകയും നിയമ നടപടികൾ കൃത്യമായി മുന്നോട്ട് പോകുകയും ചെയ്താൽ എത്ര സമയമെടുത്താലും നിയമത്തിന് മുന്നിൽ ആരും രക്ഷപ്പെടില്ലെന്ന സന്ദേശമാണ് ഈ സംഭവം നൽകുന്നത്. ഈ വിഷയത്തിൽ സമയം കണ്ടെത്തി ഞങ്ങളോട് സംസാരിക്കുകയും തന്റെ അനുഭവങ്ങളും പ്രതികരണവും പങ്കുവെക്കുകയും ചെയ്ത അദീനയ്ക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇത്തരം വാർത്തകളും വിശകലനങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.